ഹേ ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടെല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു സേമിയ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കുണ്ടല്ലോ സേമിയാണ് വേണ്ടത്. ഞാനിവിടെ 3 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. നല്ല നേരിയ സേമിയാണ്. അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പോട്ടിൽ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് മുങ്ങിക്കെടുക്കാൻ ആവശ്യമുള്ളത്ര വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാനിത് സേമിയ ബിരിയാണിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇത് ശരിക്കും നേരിയ സേമിയ ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ എല്ലാം കൂടിയിട്ടൊന്ന് കുഴഞ്ഞു പോയി, ഓവർ കുക്കായിപ്പോയി. അപ്പോൾ ഞാനത് നേരെ സേമിയ ഉപ്മാവിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ നല്ല നേരി സേമിയ അല്ലാണ്ട് കുറച്ച് തടിയിലെ സേമിയ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആവും കേട്ടോ ഇങ്ങനത്തെ റെസിപ്പീസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഒരു ഓവർ കുക്കായ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് മാറ്റിയിട്ട് വരാം, ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ട് വരാം കേട്ടോ. ഞാനിത് ഡയറക്റ്റ് അങ്ങനെ കുക്ക് ചെയ്യുകയാണ് ചെയ്തത് സേമിയ. ഇതിപ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് കുക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വേവിച്ചെടുത്താലും മതി, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ സെയിം പാനിൽ തന്നെയാണ് ഞാൻ ഈ മസാല റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് 4 വലിയ ഉള്ളിയാണ് ചോപ്പ് ചെയ്തത്, ചെറുതായിട്ട് അങ്ങനെ ചോപ്പ് ചെയ്താണ്. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഉള്ളിയൊന്നും കുറേ നേരമൊന്നും വഴറ്റിയൊന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ആദ്യം തന്നെ ഉള്ളിയും തക്കാളിയിലും ഒന്നിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിനാണ് ചെറുതായിട്ട് അങ്ങനെ ചോപ്പ് ചെയ്തത്, പെട്ടെന്നെല്ലാം റെഡി ആകാൻ വേണ്ടിയിട്ട്. ഞാനിത് 2 വലിയ തക്കാളിയാണ് കേട്ടോ, നല്ല പഴുത്ത തക്കാളി തന്നെയാണ്, നല്ല ചോപ്പ് ചെയ്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലെയിമെല്ലാം സാധാ മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയാവും. നമുക്ക് രാവിലെയെല്ലാം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചില സമയത്ത് ബ്രേക്ക്ഫാസ്റ്റിൽ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നല്ല മടി ഉണ്ടാകുന്ന ഒരു ദിവസമെല്ലാം ഉണ്ടാവില്ലേ, അന്നേരം റെഡിയാക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടിയിട്ട് 1 ടേബിൾ സ്പൂണാണ് കേട്ടോ എടുത്തത്. അപ്പോൾ 3 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി അങ്ങനെയാണ് എടുത്തിട്ട് പേസ്റ്റ് ആക്കിയത്. എന്നിട്ട് അതും കൂടി ഇട്ടിട്ട് കുറച്ച് 1/4 ടീസ്പൂണോളം വലിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ 1/4 ടീസ്പൂണ് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, അത് ഓപ്ഷണലാണ്. പിന്നെ 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ തന്നെ കുരുമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളകെല്ലാം നമുക്ക് എരിവിനനുസരിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ലൈറ്റായൊരു ടേസ്റ്റാണ് കേട്ടോ ഉണ്ടായാൽ, അധികം മസാലേൻ്റെ ഒരു കുത്തലൊന്നും ഇല്ലാത്തൊരു ടേസ്റ്റില്ലേ, അങ്ങനെയാണ് ഉണ്ടായാൽ. ഇനി ഞാൻ ഇതിലേക്ക് 3 മുട്ടയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ മുട്ട നമുക്ക് പുഴുങ്ങിയതും ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ മുട്ട ബുർജിയാക്കൂലേ അതെല്ലാം പോലെ ഇങ്ങനെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് മുട്ടയെല്ലാം ഒന്ന് കുക്കായതിന് ശേഷം മിക്സ് ആക്കിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ആദ്യം തന്നെ എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഞാനിത് കുറച്ച് അങ്ങനെ കുക്കാനൊന്നും നിന്നിട്ടില്ല, എല്ലാം കൂടിയിട്ട് ആദ്യം തന്നെ മസാലയിലൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നമ്മളിതിപ്പോൾ മുട്ടയിൽ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് കുറച്ച് കുക്കായതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയിലൊന്ന് വേറെ വിട്ട് നിൽക്കും കേട്ടോ. ഇതിപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായിട്ടാണ് ഉള്ളത് ഞാൻ റെഡിയാക്കിയത്. അപ്പോൾ എഗ്ഗെല്ലാം നല്ല അടിപൊളിയായിട്ട് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. മസാലയിലും നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ച സേമിയയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ സേമിയ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓവർ കുക്കായിപ്പോയതാണ് ശരിക്കും. പിന്നെ ഞാൻ നേരത്തെ മസാല ആക്കുമ്പോണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ഫസ്റ്റിലേ പറയാൻ വിട്ടോയതാണ്. അപ്പോൾ ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഉണ്ടല്ലോ ഇത് മിക്സ് ആക്കുമ്പോൾ സ്പാച്ചുലൊന്നും യൂസ് ചെയ്യേണ്ട, ഫോർക്കെല്ലാം വെച്ചിട്ടാകുമ്പോൾ ഉടനെ ഇട്ടാണ്ട് അങ്ങനെ കിട്ടും കേട്ടോ. ഇനി കുറച്ച് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു പകുതി ക്യാപ്സിക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം ഞാൻ ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം വെച്ചാൽ 2 മിനിറ്റ് അങ്ങനെ അടച്ചു വെച്ചിട്ടുള്ളൂ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ അങ്ങനെ ഗീയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഗീ എല്ലാം ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനങ്ങനെ ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു
മുട്ട ഇതിൻ്റെ മേലെ ഒന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട റെഡിയാക്കാന്ന്. അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ അങ്ങനെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മുട്ട അങ്ങനെ പൊട്ടിച്ചിട്ട് ഒഴിക്കാന്ന് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് വേണമെങ്കിൽ നമുക്ക് പെപ്പർ ഇടാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് അങ്ങനെയും കൂടെ വെച്ച് കൊടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനാൽ ഇങ്ങനത്തെ റെസിപ്പീസെല്ലാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. റെഡിയാക്കാനും നമുക്ക് ഈസിയാണ്, കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള സേമിയ ഉപ്മാവ് തന്നെ പറയാം കേട്ടോ. ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞു പോയെന്നൊന്നും വിചാരിക്കണ്ട, ടേസ്റ്റിൽ കോംപ്രമൈസ് ഒന്നും ഇല്ല കേട്ടോ. അടിപൊളിയാണ്. ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റിലും ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാ ഇനിയും പുതിയ വീഡിയോസിലായിട്ട് വരുന്നതായിരിക്കും. സീ യു ആൾ.